കറണ്ട് ബില്ല് കൂടുന്നതിലെ പ്രധാനിയാണ് എയർ കണ്ടീഷൻ. എന്നാൽ AC ഇല്ലാതെ നമുക്ക് ഇന്നത്തെ കാലത്ത് ജീവിക്കാനും പറ്റില്ല. അപ്പം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് AC ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ എനർജി സേവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് പരമാവധി ഉപയോഗിക്കുക അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതിലൊന്നാമത്തെ കാര്യം പ്രോപ്പറായിട്ടുള്ള മെയിൻ്റനൻസ് കൊടുക്കുക എന്നുള്ളതാണ്. അതിൽ തന്നെ നമ്മുടെ ഫിൽട്ടർ, ഈ ACയുടെ ഫിൽട്ടർ പ്രോപ്പറായിട്ട് പീരിയോഡിക്കായിട്ട് ക്ലീൻ ചെയ്യുക. അതിൻ്റെ ഒരു എയർ പാസേജിനും ബ്ലോക്കേജ്, ഈ ഡസ്റ്റ് ഒന്നും വന്ന് അടഞ്ഞും ബ്ലോക്കേജ് ഉണ്ടാവുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക. രണ്ടാമതായിട്ട് അതിൻ്റെ ഗ്യാസ് ലെവൽ, ACയിലെ റെഫ്രിജറൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു കൂളിംഗ് തരുന്നത് അതിൻ്റെ റെഫ്രിജറൻറ്റ് ഗ്യാസാണ്. അപ്പോൾ ഈ ഗ്യാസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക, അതിനുവേണ്ടി പീരിയോഡിക് മെയിൻ്റനൻസ് നടത്തുക. അതുപോലെ തന്നെ മൂന്നാമതായിട്ടുള്ള കാര്യം, നമ്മുടെ AC ടെമ്പറേച്ചർ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും 23-24 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നാലാമതായിട്ടുള്ള കാര്യം, നമ്മുടെ ഡോർ ആൻഡ് വിൻഡോസ് ഇതിനിടയിലൂടെയൊക്കെയുള്ള എയറിൻ്റെ വേസ്റ്റേജ് അല്ലെങ്കിൽ എയർ ലീക്കേജ് അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അഞ്ചാമത്തെ കാര്യം, ഇന്നത്തെ കാലത്ത് ACയിലൊക്കെ ഒരുപാട് എഫിഷ്യൻ്റ് ആയിട്ടുള്ള മോഡുകളൊക്കെ ഉണ്ട്, ടൈമേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്ത് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് നമ്മുടെ എയർ കണ്ടീഷൻ ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിൽ ചെയ്യാനുള്ളത്.